അടുത്തൊരു വെഡ്ഡിംഗ് ഫംഗ്ഷൻ കൂടാൻ പോവുകയാണ്. രാവിലെ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. യാത്ര എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ. തിരുനെൽവേലിയിലെ അംബാസമുദ്രം എന്ന സ്ഥലത്ത് അടുത്തൊരു റിലേറ്റീവിൻ്റെ വെഡ്ഡിംഗ് ആണ്. രാവിലെ 6:30 തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. രാവിലത്തെ നല്ല തണുത്ത കാറ്റും പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഒൻപത് മണിയായപ്പോഴേക്കും ഞങ്ങൾ തെന്മല എത്തി. ആഹാരം കഴിക്കാനായിട്ട് ഇറങ്ങി. വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ചിക്കൻ കറിയും അരിപ്പത്തിരിയും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. എല്ലാം ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ആഹാരം കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. തുടർന്നുള്ള യാത്രയെല്ലാം കണ്ണിന് നല്ല കുളിർമയേകി. ഞങ്ങൾ കേരള ബോർഡർ കടന്നു തമിഴ്നാട്ടിലേക്ക് കയറി. എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരുന്നു. രാവിലെ തന്നെ എല്ലാവരും നല്ല തിരക്കിലാണ്. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളും യാത്ര തുടർന്നു. 11 മണിയോടെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഓഡിറ്റോറിയം കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിരുന്നു. എങ്കിലും പെട്ടെന്ന് തന്നെ എത്താൻ കഴിഞ്ഞു. ഞങ്ങളെ സ്വീകരിച്ചത് കൊച്ചു കുട്ടികളായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. എല്ലാവരെയും അവരിങ്ങനെ തന്നെയാണ് അവിടെ സ്വീകരിക്കുന്നത്. അവരാളുകളെ സ്വീകരിക്കുന്നത് കുറച്ചു നേരം അവിടെ നോക്കിക്കണ്ടുകൊണ്ട് നിന്നു. ശേഷം കുടിക്കാനായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രിങ്ക്സൊക്കെ തന്നു. ഞങ്ങളതെല്ലാം കുടിച്ചതിന് ശേഷം മുകളിലേക്ക് പോയി. അപ്പോഴേക്കും കല്യാണ ചെക്കൻ എത്തിയിരുന്നു. എല്ലാവരും കല്യാണ ചെക്കനെ കൂട്ടാനായിട്ട് പോയി. ഓരോ ചടങ്ങുകളും ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ നോക്കി നിന്നു. പൂമാല ഇട്ട് സ്വീകരിക്കുകയും ആപ്പിൾ കൊടുത്ത് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ശേഷം ചെക്കൻ്റെ കൂടെ വന്നവർക്കെല്ലാം കഴുത്തിൽ ചന്ദനം തേച്ച് കൊടുത്താണ് അവർ സ്വീകരിച്ചിരുന്നത്. അതവിടുത്തെ ഒരു രീതിയാണ്. വരുന്നവർക്കെല്ലാം അവർ ചന്ദനം തേച്ചാണ് അവരെ സ്വീകരിക്കുന്നത്. ശേഷം ഞങ്ങളെല്ലാവരും സ്റ്റേജിലേക്ക് പോയി. കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. ചെക്കന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും എടുത്തിട്ടുള്ള ഡ്രസ്സും പെണ്ണിന് ചെക്കൻ്റെ വീട്ടിൽ നിന്നും എടുത്തിട്ടുള്ള ഡ്രസ്സുമാണ് അവർ കല്യാണത്തിനായിട്ട് ധരിക്കുന്നത്. അപ്പോഴേക്കും സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൂടെ വന്നവരൊക്കെ ചെയ്തു കഴിഞ്ഞു. കല്യാണ ചെക്കനെ ഒരുക്കിക്കൊണ്ട് എല്ലാവരും ഇറങ്ങി വന്നു. ശേഷം സ്റ്റേജിൽ കൊണ്ടിരുത്തി. ആദ്യം തന്നെ നിക്കാഹാണ് നടത്തുന്നത്. സ്റ്റേജിൽ തറയിൽ വിരിച്ചിട്ടുള്ള ബ്ലാങ്കറ്റിലേക്ക് ചെറുക്കനെ കൊണ്ടിരുത്തി എല്ലാവരും താഴെ ഇരുന്നു. നിക്കാഹിനുള്ള കാര്യങ്ങളൊക്കെ നടത്തി. ആ സമയം പെണ്ണിനെയും കൊണ്ടുവന്ന് സ്റ്റേജിൻ്റെ താഴെ തറയിലൊരു ബ്ലാങ്കറ്റ് വിരിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. രണ്ടിടത്തും ഓരോരോ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. നിക്കാഹ് നടത്തുന്ന സമയത്ത് ചെക്കൻ്റെ അമ്മ പെണ്ണിന് കരിമണിമാല കെട്ടിക്കൊടുക്കുന്നതാണിത്. ഈ സമയത്ത് തന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും തലയ്ക്ക് മുകളിലായിട്ട് 2 പേര് നിന്നിട്ട് ചുമന്ന തുണിയിൽ നിറയെ മിഠായി തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആചാരമായിരിക്കാം, അല്ലെ അവിടുത്തെ ചടങ്ങായിരിക്കാം അങ്ങനെ. നിക്കാഹ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മിഠായി തന്നെ എല്ലാവർക്കും പകുത്ത് നൽകുന്നുണ്ടായിരുന്നു. ശേഷം വന്നവരെല്ലാം തന്നെ ചെക്കനെ മുസാഫാത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. കല്യാണപ്പെണ്ണിൻ്റെ കാലിൽ പാദസരം അണിഞ്ഞു കൊടുക്കുന്ന ചടങ്ങാണ് പിന്നീട്. കല്യാണച്ചെക്കൻ്റെ അമ്മ ആണ് പാദസരം അണിഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം ചെക്കനും വന്നു പെണ്ണിൻ്റെ അടുത്തിരുന്നു. 2 പേരും കൈയൊക്കെ കൊടുക്കുകയും ശേഷം പെണ്ണിന് ചെക്കൻ ചന്ദനം തേച്ച് കൊടുക്കുകയും ചെയ്തു. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ വളരെ കൗതുകത്തോടെ നോക്കി നിന്നു.
പിന്നീട് അവർ പരസ്പരം മിഠായി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം മാലയിടൽ ചടങ്ങായിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അതിനുശേഷം ഇക്ക ചെക്കനുമായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡിന് ആദ്യം വിളമ്പിയത് ഒരു നല്ല സ്വീറ്റ്സ് ആയിരുന്നു. അതിനുശേഷം മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഐസ്ക്രീമും സാലഡും എല്ലാം ഉണ്ടായിരുന്നു. ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സംഭാവന നൽകാൻ പോയി. അവിടെയും ഉണ്ടായിരുന്നു സ്വീകരണം. വെറ്റിലയും പാക്കും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ആവശ്യമുള്ളവർക്ക് എടുക്കാം. സംഭാവനയൊക്കെ നൽകിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഈ തമിഴ്നാട്ടിലെ കല്യാണം. ഓരോ ചടങ്ങുകളും നമ്മളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറ്റാലത്ത് വെള്ളച്ചാട്ടം കാണാൻ പോയി. ഒരുപാട് വെള്ളമൊന്നും ഇല്ലെങ്കിലും കുറച്ചു നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു. ശേഷം വീട്ടിലേക്ക് യാത്ര തിരിച്ചു. തിരികെയുള്ള യാത്ര വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. പാട്ടും ഡാൻസും ഒക്കെയായി എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് തിരികെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയപ്പോഴേക്കും സമയം 8 മണിയോടെ അടുത്തിരുന്നു. എങ്കിലും ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഒരുപാട് നല്ല നിമിഷങ്ങളും ഓർമ്മകളും ഒക്കെ നൽകിയ ഒരു ദിവസം. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.